പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. കർത്താവിൻ്റെ അനന്തമായ കരുണ അവിടുന്ന് ചൊരിയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല മേഖലകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള തിരുവചനം മുമ്പോട്ട് വായിക്കുമ്പോൾ, 11 മുതൽ 17 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, നയനയിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നു. യേശു ഒരു വിധവയുടെ മകനെ ഉയർപ്പിക്കുകയാണ്. യേശുവിൻ ശിഷ്യന്മാരും നടന്നു പോകുന്ന ഒരു രംഗമുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിൽ കാണുന്നത് നല്ലതാണ്. അവർ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ്, അവർ ചിലപ്പോൾ പാട്ടുപാടിയോ കൈയടിച്ചോ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരസ്പരം സന്തോഷിച്ച് പോകുന്ന സമയത്ത് ഒരു ജാഥ വരുന്നുണ്ട്. ഒരു ജാഥ. ആ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരു സ്ത്രീയാണ്. ഈ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ ജാഥ പോലെയുള്ള ജാഥയല്ല. ഒരു സ്ത്രീ നേതൃത്വം കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഒരു വിധവയായ സ്ത്രീയുടെ ഏക മകൻ, അവൻ മരിച്ചുപോയി. ഈ മരിച്ചുപോയ ഈ വിധവയുടെ മകൻ്റെ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് ഉള്ള ഒരു ജാഥ തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ ഈ വഴിയിലൂടെ വരുന്നത്. ഈ യേശുവിൻ്റെ നേരെ മുൻപിൽ വരികയാണ് ഈ ജാഥ. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു വിധവയാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം ആ വിധവയ്ക്ക് ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൻ മരിച്ചു. അവൻ്റെ ശവം സംസ്കരിക്കുവാൻ വേണ്ടി ഒരു വിലാപയാത്ര വരികയാണ്. ആ വിധവയുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീര്, അവളുടെ ഹൃദയത്തിൻ്റെ വേദന, അവളുടെ ഹൃദയത്തിൻ്റെ ഗൽഗതം കർത്താവ് ഈശോ മിശിഹ തിരിച്ചറിയുന്നതായി നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 12-ാമത്തെ വചനത്തിൽ പറയാണ്, അവൻ നഗരകവാടത്തിൽ എത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പമുണ്ടായിരുന്നു. കണ്ടോ, ഈ വലിയ ഒരു ജനക്കൂട്ടം ഈ വിധവയായ സ്ത്രീയുടെ മകൻ മരിച്ചപ്പോൾ അവൻ്റെ ശവമഞ്ചവും വഹിച്ചു കൊണ്ടുവരുന്ന രംഗമാണ്. 13-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, നിന്നോട് ഞാൻ പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെപ്പറ്റിയുള്ള വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പടർന്നു. നമുക്ക് കാണുവാൻ സാധിക്കും, ഈ ശവമഞ്ചത്തിൽ യേശു തൊടുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള മരിച്ചു എന്ന് കരുതുന്ന ശവമഞ്ചവും വഹിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികളല്ലേ ഞാനും നിങ്ങളും. ഒരുപക്ഷെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയോർത്താകാം. പഠിപ്പിക്കുവാൻ പണമില്ല, പഠിക്കുന്ന കുഞ്ഞായിരുന്നു, സഹായിക്കുവാനായിട്ട് ആരുമില്ല. എന്തു ചെയ്യും? സാമ്പത്തികമായ തകർച്ച, കടബാധ്യത, സഹായിക്കുവാൻ ആരുമില്ല, ഒരു ജോലിയും കിട്ടുന്നില്ല, എല്ലാം തകർന്നു നശിച്ച അവസ്ഥ. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ശാരീരികമായിട്ടുള്ള പലവിധ രോഗങ്ങൾ കൊണ്ട് ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത പലതരത്തിലുള്ള രോഗങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് ഒരു മരിച്ച മനുഷ്യനായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവമഞ്ചം ചുമക്കുന്നവരായി നാം ഓരോരുത്തരും മാറ്റപ്പെട്ടിട്ടില്ലേ? ഇങ്ങനെ ഈ ശവമഞ്ചം, ഇനി അതും മാത്രമല്ല, വേറെ പലതരത്തിലുള്ള ശവമഞ്ചവും വഹിക്കുന്നവരല്ലേ നാം ഓരോരുത്തരും.
ഒരുപക്ഷെ വെറുപ്പിൻ്റെ ആകാം, വിദ്വേഷത്തിൻ്റെ ആകാം, അഹങ്കാരത്തിൻ്റെ ആകാം. ഒരു മനുഷ്യനോടും ഒരു കരുണ പോലും കാണിക്കാതെ മറ്റുള്ളവരെ അകാരണമായി പീഡിപ്പിച്ച് അവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന തരത്തിലുള്ള ശവമഞ്ചവും വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ശവമായി മാറ്റപ്പെട്ട വ്യക്തിയായി ഒരുപക്ഷെ ഞാനും നിങ്ങളും മാറ്റപ്പെട്ടിട്ടില്ലേ എന്ന് ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യുക. ഈ സാഹചര്യത്തിൽ പോലും ദൈവം അവനിലേക്ക് കരുണ വർഷിക്കും. ഇവിടെ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് വന്ന ആ വ്യക്തികളുടെ അടുത്തേക്ക് ആ ശവമഞ്ചത്തിൽ യേശു സ്പർശിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മളും യേശുവിന് സ്പർശിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കണം. ഇന്ന് മനുഷ്യൻ്റെ പിന്നാലെ ഓടുന്നവരാണ് നമ്മൾ ഓരോരുത്തരെങ്കിലും. അത്ഭുതങ്ങളോ അടയാളങ്ങളോ കാണുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടുന്നവരാണ് എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഈശോ മിശിഹായുടെ അടുത്തേക്ക് വന്ന് കർത്താവിന് നിന്നെ ഒന്ന് സ്പർശിക്കുവാൻ നീ ഒന്ന് നിന്നുകൊടുത്താൽ, ഈ ശവമഞ്ചം വഹിച്ചവരെല്ലാവരും നിന്നുകൊടുത്തു. യേശു ശവമഞ്ചത്തിൽ സ്പർശിച്ചു. സ്പർശിക്കുക മാത്രമല്ല, യുവാവെ എഴുന്നേൽക്കാൻ പറഞ്ഞു. യുവാവ് എഴുന്നേറ്റു. ആ എഴുന്നേറ്റവന് ജീവനുള്ള ഒരു മനുഷ്യനായി അവൻ മാറ്റപ്പെട്ടു. അവൻ സംസാരിക്കാൻ തുടങ്ങി. അവനെ തൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു ഈശോ. കർത്താവിൻ്റെ അനന്തമായ കരുണ ഇത് ഒരു വിധവയുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പല മേഖലകളിലും സാമ്പത്തികമായി തകർന്ന്, കടബാധ്യതയിൽ തകർന്ന്, രോഗബാധിതമായ അവസ്ഥയിൽ വിഷമിച്ച് ഒരു ശവമഞ്ചം വഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവിന് തൊടുവാൻ നാം ഓരോരുത്തരും ഒന്ന് നിന്നുകൊടുത്താൽ കർത്താവിൻ്റെ കരം തൊടുന്ന നിമിഷം അവിടെ പുനരുത്ഥാനമുണ്ടാകും. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, നൈലിലെ വിധവയുടെ മകന് പുനർജീവനം കൊടുത്തുകൊണ്ട് ആ വിധവയ്ക്ക് സന്തോഷവും ആനന്ദവും പകർന്നു കൊടുത്ത കർത്താവെ, ആ കുടുംബത്തിലേക്ക് കരുണ വർഷിച്ച കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരെയും അനുദിന ജീവിതത്തിൽ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ കേഴുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മരിച്ചു തകർന്നുപോയ പല ശവമഞ്ചങ്ങളും ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് ഞങ്ങൾ. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ ഒന്ന് സ്പർശിക്കണമേ. അവിടുത്തെ അനന്തമായ കരുണ ഞങ്ങളുടെ ജീവിതത്തിലേക്കും ചുരിഞ്ഞുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.